മഹത്വമുണ്ടാകുവാനിടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴം ശക്തമായി ഇടപെടുന്ന വചനത്തിൻ്റെ ദൂത് ഹൃദയത്തിന് വിടുതലായി, ജീവിതത്തിൻ്റെ ചൈതന്യമായി, അസാധാരണമായി ഹൃദയതലത്തിൽ ആനന്ദത്തിൻ്റെ വേലിയേറ്റമുണ്ടാകത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇടപെടുന്ന ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന മക്കൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 16 അധ്യായം 3 വാക്യം, കല്ലറയുടെ വാതിക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആര് കല്ലുരുട്ടി കളയും എന്ന് തമ്മിൽ പറഞ്ഞു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവെഴുത്ത. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് ആഴമായി ഇടപെടുന്ന ദൂത്. ആ കല്ലിനെ കുറിച്ച് അവർ തന്നെ പറയുന്നു, അത് ഏറ്റവും വലുതായിരുന്നു, ഏറ്റവും ഭാരമുള്ളതാ. നമുക്ക് വേണ്ടി ആര് അതുരുട്ടി മാറ്റും? നമുക്ക് വേണ്ടി ആര് പ്രവർത്തിക്കും? നമ്മെ ആര് സഹായിക്കും? ഇപ്രകാരം ഒരു ചോദ്യത്തിൻ്റെ അവസ്ഥയിലേക്ക് സാഹചര്യം തിരിഞ്ഞിരിക്കുന്നു. ഇവർക്ക് നിശ്ചയമുണ്ട് ഹൃദയത്തിൽ, ഇവർക്കത് മാറ്റുവാൻ കഴിയത്തില്ല, ഇവർക്കത് അസാധ്യമാണ്, ഇവരുടെ കരങ്ങൾക്ക് ബലമില്ല, അത് മാറ്റുവാനുള്ള ശക്തിയില്ല. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് പരിശുദ്ധാത്മാവ് ഹൃദയതലങ്ങളിലേക്ക് ആഴമായി ഈ ദൂത് പകരുക. ജീവിതത്തിൻ്റെ മുമ്പിൽ വാതിലുണ്ട്, എന്നാൽ അത് കാണാൻ കഴിയാതെ ഒരു തടസ്സം, അതിനകത്തൂടെ പ്രവേശിക്കാൻ കഴിയാതെ ഒരു തടസ്സം. ആ തടസ്സം ഏറ്റവും വലുത്. പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ നോക്കി ആലോചന പറയുന്നു. കഴിഞ്ഞ കാലങ്ങളിലെ ജീവിതസ്ഥിതിയല്ല, കഴിഞ്ഞ കാലങ്ങളിലെ ജീവിതത്തിൻ്റെ അവസ്ഥയല്ല ഇപ്പോൾ ഏറ്റവും വലുത്, ഇന്ന് വരെ അനുഭവിക്കാത്ത ഏറ്റവും വലുത്. ആ ഒരു ജീവിത ഭാരങ്ങളിൽ കൂടെയല്ലേ കടന്നു പോകുന്നത്. ഇന്ന് വരെ ഇപ്രകാരമൊരു വലിയ ഭാരം വന്നിട്ടില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക. എനിക്കത് അസാധ്യമെന്ന് നിർണയിച്ചിട്ടും ദൈവത്തിൻ്റെ പൈതലേ, അതിനായിട്ടുള്ള കാത്തിരിപ്പും, എനിക്കത് അസാധ്യമാണെന്ന് പറഞ്ഞിട്ടും എൻ്റെ കരങ്ങൾ കൊണ്ട്, എൻ്റെ ജ്ഞാനം കൊണ്ടും, എൻ്റെ ബുദ്ധി കൊണ്ടും പ്രവർത്തിക്കാൻ കഴിയാത്ത മേഖലയാണെങ്കിലും കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുന്ന ദൈവമക്കളോടുള്ള ദൈവത്തിൻ്റെ ശബ്ദമിതാ. ആര് എന്ന ചോദ്യത്തിന് ദൈവം തൻ്റെ ദൂതനെ ഇറക്കുന്നു. ആര് എന്ന ചോദ്യത്തിന് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അതിശക്തമായി വെളിപ്പെടുത്തുന്നു. ഇനി ഒരിക്കലും ആ ഭാരമുള്ള കല്ല് ജീവിതത്തിൽ കാണിയല്ല. ഇനി ഒരിക്കലും ആ വാതിൽ തടയുക, ആ കല്ല് ഉരുട്ടി വയ്ക്കുക, അത് അസാധ്യമാ. ദൈവത്തിൻ്റെ പൈതലേ, അതുപോലെ ദൈവം വാതിൽ തുറക്കുന്നു, ദൈവം തടസ്സത്തെ മാറ്റുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക. ജീവിതത്തിൻ്റെ മുന്നേറ്റങ്ങളെ തടയുന്ന തടസ്സങ്ങളെ കർത്താവ് മാറ്റാൻ പോവുക. ചെങ്കടലും മാറ്റിയ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ശബ്ദം, മഹത്വത്തിൻ്റെ ദൂത് ഹൃദയതലങ്ങളിൽ ആഴമായി പരിശുദ്ധാത്മാവ് പകരുന്നു. ജീവിതത്തിൽ നിന്ന് ഏത് തടസ്സമാണോ അത് മാറാൻ പോവുക. വാതിലുണ്ട്, ജീവിതത്തിൽ വിശാലമായ വാതിലുണ്ട്. അതിനെക്കുറിച്ചുള്ള ദൂതുകളും അരുളപ്പാടുകളുണ്ട്. എന്നാൽ വലിയ തടസ്സം നിൽക്കുക, വലിയ ഭാരം അതിനെ ചൊല്ലി ഹൃദയതലങ്ങളിൽ അകത്തളങ്ങളിലുണ്ട്. ദൈവത്തിൻ്റെ പൈതലേ, ഈ ദിവസങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി കാണുക. ദൈവം തൻ്റെ ദൂതനെ അയക്കുക. തലമുറയ്ക്ക് വേണ്ടി ദൈവം തൻ്റെ ദൂതനെ അയക്കുക. വഴിയിൽ നിന്ന് നീക്കേണ്ടത്, വഴിയിൽ വെട്ടിക്കളയേണ്ടതിന്, വഴിയിൽ തുടച്ചു മാറ്റേണ്ടതിന് ഏതൊക്കെ പ്രതിബന്ധമാണ് ജീവിതത്തിൻ്റെ തലങ്ങളിൽ തടസ്സമായി വിഘ്നമായി നിൽക്കുന്നത്, അത് മാറാൻ പോകുന്നു. അത് സ്വർഗം നീക്കാൻ പോകുന്നു. അപ്രകാരം ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുന്നത്, അപ്രകാരം ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങുന്നത്. വിശ്വാസത്തോടെ കല്ലറയുടെ വാതിക്കലേക്ക് കടന്നു എന്നതുപോലെ ദൈവത്തിൻ്റെ പൈതലേ, വിശ്വാസത്തോടെയാ ചില മേഖലയിൽ കടന്നു എന്നിരിക്കുന്നത്. ഇന്ന് അത് ദൈവത്തിൻ്റെ നിയോഗമാ. ഇന്ന് അത് നിഷ്ഫലമായി പോകുന്ന പദ്ധതിയല്ല. കല്ലുണ്ട്, ഭാരമുണ്ട്, പക്ഷെ ദൈവം അതിനെ തുടച്ചു മാറ്റി.
അതിനകത്തെ മഹത്വം, വാഗ്ദത്വം, വിലയേറിയ വാഗ്ദത്വത്തെ ദൈവം ഇതാ വെളിപ്പെടുത്താൻ പോകുന്നു. ഒരിക്കലും ആ ഭാരം മാറത്തില്ലെന്ന് നിർണയിച്ചതാ, ഒരിക്കലും അതിനൊരു നീക്കുപോക്കില്ലെന്ന് നിർണയിച്ചതാ. ദൈവത്തിൻ്റെ പൈതലേ, ദൈവം തൻ്റെ ദൂതനെ ഇറക്കുന്ന ദിവസമാ ഇന്ന്. പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ ചില തടസ്സത്തെ നീക്കുന്നുണ്ട്, ചില അത്ഭുത വാതിലുകൾ തുറക്കപ്പെടുന്നുണ്ട്, അത്ഭുത വഴികൾ കർത്താവ് തുറന്നു തരുന്നുണ്ട്. വചനം ഏറ്റെടുക്കട്ടെ, ദൂതേറ്റെടുക്കട്ടെ. ഈ ദിവസങ്ങളിൽ അത്ഭുതം വെളിപ്പെടുത്തും ദൈവം. ആ നിലയിലാ ദൈവത്തിൻ്റെ കരമിറങ്ങുന്നത്, ദൈവത്തിൻ്റെ മഹത്വം കാണുന്നത്. ആര് നമുക്ക് വേണ്ടി എന്ന ചോദ്യത്തിൽ ദൈവത്തിൻ്റെ പൈതലേ, കർത്താവുണ്ട്, യേശുവുണ്ട്. അത് തെളിയപ്പെടാൻ പോവാ. ദൈവം അത് തെളിയിച്ചു തരാൻ പോവാ. തടസ്സത്തെ നീക്കി ദൈവം അത് തെളിയിച്ചു തരാൻ പോവാ. അപ്രകാരം ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുന്നു, അപ്രകാരം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. ദൂത് വിശ്വസിക്കട്ടെ, വചനം ഏറ്റെടുക്കട്ടെ. കർത്താവ് ആ ഭാരത്തെ മാറ്റുക, ആ വലിയ ഭാരത്തെ ദൈവം മാറ്റാൻ പോവാ. ഇന്ന് അതിശക്തമായി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. അപ്രകാരം ദൈവം അത്ഭുതം ചെയ്യുന്നു. കർത്താവ് സഹായിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച ഞങ്ങളുടെ ദൂതനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം, അവരുടെ അവസ്ഥയെ സാഹചര്യങ്ങളുടെ മേൽ കർത്താവേ വേഗത്തിൽ അപ്പാ ആ ഭാരം മാറട്ടെ, ആ വലിയ ഭാരം മാറട്ടെ. വാതിലുണ്ട് എന്ന തടസ്സങ്ങളാ ജീവിതത്തിൽ അത് വഴിമാറട്ടെ. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങി മാറുവാൻ കൽപ്പിക്കുക. അതിശയങ്ങൾ നടക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. ഈ വചനം കർത്താവ് ചില ഹൃദയങ്ങളിൽ വിടുതലായി തീരട്ടെ, ചില കുടുംബങ്ങൾക്ക് വിടുതലായി തീരട്ടെ, ചില രോഗമണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങട്ടെ. എല്ലാ തടസ്സത്തെയും ഈ നിമിഷം കർത്താവ് മാറ്റുവാനായി പ്രാർത്ഥിക്കുന്നു. ദൈവാതിശോധി തോന്നുമാറുള്ള പ്രവൃത്തി ദൈവം അയക്കാൻ പോകുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.